ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ നേരത്തെ ഒരു ഫോൺ വരുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിച്ചൂടെ? എന്തിനാ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത്? എപ്പോഴാ? നമ്മുടെ അടുത്തില്ലാത്ത ഒരാള് നമ്മളെ വിളിക്കുമ്പോ. ഇപ്പൊ കൊറേ നേരായിട്ട് എന്റെ കൂടെ ഇരിക്കല്ലേ? ഇഷ്ടപ്പെട്ടോടി? നോക്കട്ടെ. കണ്ടോ ഉദേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് ഈ നിറം നന്നായി ചേരുമെന്ന്. അപ്പൊ ഉദേട്ടനല്ലേ തർക്കിച്ചത്? ഓ നിർമ്മല, ഞാൻ തോറ്റു. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കും. ഇതാണോ രണ്ടാളും കൂടി ഒപ്പിച്ച സർപ്രൈസ്? കളരിക്കൽ കുടുംബത്തില് ഇപ്പൊ സർപ്രൈസുകളുടെ കാലമല്ലേടി മോളെ. നാളെ നടക്കാൻ പോകുന്നതും വലിയൊരു സർപ്രൈസ് അല്ലേ? സിത്താര എന്താ പറഞ്ഞിരിക്കുന്നേ? നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നവീന്റെ വധുവായി സിത്താര നിന്നെയാ തെരഞ്ഞെടുക്കാൻ പോന്നേന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അല്ലെങ്കിലും അമ്മയൊന്ന് ആലോചിച്ചു നോക്കി, നമുക്ക് വേണ്ടി അവരെന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതുകൊണ്ട് അവർക്കെന്താ നേട്ടം? ആ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നവീൻ ഗാഥയെ കല്യാണം കഴിക്കുന്നത് സിതാരയ്ക്ക് ഇഷ്ടമല്ല. കാര്യങ്ങൾ ഇത്രയും മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഒഴിവാക്കാനും വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം. എടി, അത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതടി മോളെ. സിത്താര വാക്ക് തെറ്റിക്കില്ല മോളെ. അഥവാ തെറ്റിച്ചാ തന്നെ പിന്നെ സിത്താര മേടത്തെ മര്യാദയ്ക്ക് ജീവിക്കാൻ അമ്മ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ മോക്ക്? ഞാൻ അവളുടെ കുടുംബത്ത് കേറി അങ്ങ് ചെല്ലും. അല്ലെങ്കിൽ അവളുടെ കമ്പനി കേറി ചെന്ന് നാച്ചിക്കില്ലേ അമ്മയും മോളെ ഞാൻ. എന്റെ പൊന്നു നിർമ്മല, നീ ആവേശം കാണിക്കല്ലേ. അവരവരുടെ വാക്ക് പാലിക്കും. മോളെ, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നവീന്റെ കൂടെ ജീവിക്കാന്ന്. അമ്മയും അച്ഛനും കൂടി തലകുത്തി മറിഞ്ഞാലും നമ്മളെ കൊണ്ടത് നടത്തിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് വേണ്ടി വേറൊരാളത് ചെയ്യൂന്ന് ഏറ്റെടുത്തിരിക്കുക. അപ്പൊ അവരുടെ മുന്നിൽ നമുക്ക് തൊഴുതു നിന്നല്ലേ പറ്റൂ. നമുക്ക് നമ്മുടെ കാര്യം നടന്നാ പോരെ? നവീനെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. നാളെ എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിയില്ല. നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കണം. നാഗദേവതകൾ പ്രസാദിക്കാനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന പോലെ. നാഗദൈവങ്ങളെ, എന്റെ കുടുംബത്തിനോടും പരമ്പരകളോടും കാരുണ്യം കാണിക്കണമേ. ഉഗ്രശാപത്തിന്റെ തീവ്രതയിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. നവീനെ കാത്തോളണേ. അവനൊരാപത്തും വരരുത്.
ഹലോ. എന്താടോ ഈ നേരത്തെ ഒരു ഫോൺ വരുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കാണിച്ചൂടെ? എന്തിനാ എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത്? എപ്പോഴാ? നമ്മുടെ അടുത്തില്ലാത്ത ഒരാള് നമ്മളെ വിളിക്കുമ്പോ. ഇപ്പൊ കൊറേ നേരായിട്ട് എന്റെ കൂടെ ഇരിക്കല്ലേ? എന്തോന്ന്? അതെ മിസ്റ്റർ, ഞാൻ കൊറേ നേരായിട്ട് നവീൻ ഗോപാൽ വർമ്മയോട് പലതും സംസാരിച്ചുകൊണ്ടിരിക്കാം. വിവാഹത്തിന് ശേഷമുള്ള പ്ലാനിങ്, നമ്മുടെ ഫാമിലി പ്ലാനിങ്, കുട്ടികൾ എത്ര വേണം, അതിലാണെത്ര പെണ്ണെത്ര, അങ്ങനെ പലതും. എന്നാ പിന്നെ ഫോൺ എടുത്ത് എന്നെ അങ്ങ് വിളിച്ചാ പോരെ? നമുക്ക് നേരിട്ടങ്ങ് ഡിസ്കസ് ചെയ്തോടെ? തനിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവല്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു തീർത്തേക്കാം. എന്താ വിളിച്ചേ? അതെ, ഒരു കൺഫ്യൂഷൻ. നാളെ ഏതാ ഡ്രസ് ഇടണ്ടേ? അത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്തൂടെ? ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു. പക്ഷേ ഡ്രസ് സെൻസ് ഉള്ള ഒരാൾ കയ്യെത്തും ദൂരം ഉള്ളപ്പോ നമ്മളത് മിസ്സാക്കരുതല്ലോ. പറയും. നാളെ രാവിലെ ഇവിടെ ഒരു ഫാഷൻ ഡിസൈനർ വരുന്നുണ്ട്. എന്തിന്? ഗാഥാ ശ്രീനിവാസന്റെ ഫംഗ്ഷൻ വെച്ചാ ചെറിയ കാര്യമാണെന്നാണോ മോൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഉം. എനിക്കുള്ള ഡ്രസ്സും കൊണ്ടാ ഡിസൈനർ വരുന്നത്. മമ്മി കുറച്ചു മുന്നേ എന്നോട് ആ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓ, അപ്പൊ താനങ്ങ് വെട്ടിത്തിളങ്ങും, ഞാൻ താഴെ പോവല്ലേ? അല്ലല്ലോ, ഡിസൈനർ വന്ന് ഡ്രസ്സ് കാണിച്ചാ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു വീഡിയോ കോൾ വിളിച്ച് അത് ഞാൻ കാണിച്ചു തരും. അതിന്ന് യോജിക്കുന്ന ഡ്രസ്സ് നവൻ സെലക്ട് ചെയ്തെടുത്താ മതി. ഓക്കെ ആണോ? എന്നാ ഓക്കെ. ആ പിന്നെ ലിസ്റ്റിൽ പെടാത്ത ഒരു ചടങ്ങും കൂടി ഞാൻ നടത്തും കേട്ടോ. എന്ത് ചടങ്ങ്? അന്ന് നമ്മുടെ വിവാഹ നിശ്ചയം നടന്നപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോതിരം ഇട്ടില്ലേ? പക്ഷേ അന്നിട്ട് മോതിരത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്തു കുഴപ്പം? അന്ന് മോതിരിട്ടപ്പോ അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു, ഒട്ടും താല്പര്യമില്ലാതെ. പക്ഷെ ഇപ്പോ അങ്ങനെയല്ലല്ലോ. നവീൻ നന്ദഗോപാൽ വർമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടല്ലേ. അതുകൊണ്ട് ഞാൻ പുതിയൊരു മോതിരം വാങ്ങും, അതങ്ങിട്ട് തരും. അങ്ങനെയാണെങ്കിലേ ഞാനും തന്നെ ഒട്ടും അറിയാതെയാ ആ മോതിരം ഇട്ടത്. അതങ്ങ് ഉപേക്ഷിച്ചേക്കാം. ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഗാഥാ ശ്രീനിവാസനെ ഞാനും ഒരു മോതിരം ഇട്ട് തരാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആരും അറിയാതെ നമ്മുടെ രണ്ടാമത്തെ മോതിരം മാറ്റം. അതിലൊരു ത്രില്ലുണ്ട് കേട്ടോ. എന്നാ പിന്നെ ഓക്കേടോ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.